അപ്പോൾ ബാലാജിയുടെ ഒരു വന്ന വഴി എന്താണെന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് ഒന്ന് പറയാം. നമ്മളിങ്ങനെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് സ്കൂൾ കഴിഞ്ഞ് കോളേജിലെത്തി, പ്രീ ഡിഗ്രി അന്നത്തെ. അപ്പോൾ ഈ മാട്ട സ്റ്റേജുകളിൽ മിമിക്രി കളിച്ചിട്ടുള്ള ഒരു കലാപാരമ്പര്യം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് 10ാം ക്ലാസ്സിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാർക്കുണ്ടായിരുന്നു. ഞാൻ കുഴപ്പമില്ലാന്ന് വെച്ചാൽ നല്ല അത്യാവശ്യം നല്ല പെർസെൻറ്റേജ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ക്ലാസ് ആണോ? 86% ഉണ്ടായിരുന്നു. 86. വിദ്യാരാജ വിദ്യാമന്ദിർ സ്കൂളിലാണ് പഠിച്ചത്. കോളേജിൽ ആർട്സ് കോളേജ് ആയപ്പോഴത്തേക്കും ഭയങ്കരമായ ഉഴപ്പും സിനിമ. ഞാനും ആർട്സ് കോളേജ് തൊട്ടടുത്ത് ചേട്ടൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ്. അതെ. അപ്പോൾ അവിടെ പോയി ഭയങ്കരമായ ഉഴപ്പും സിനിമ കാണക്കവും ക്ലാസ് കയറാതെ ആവുകയും. ഫസ്റ്റ് ഗ്രൂപ്പായിരുന്നു. ഏത് വർഷമായിരുന്നു? ഏത് ബാച്ചാണ്? 1990. 1990 പ്രീ ഡിഗ്രി. അതെ. അപ്പോൾ അങ്ങനെ നടന്ന സമയത്താണ് എയർഫോഴ്സിൻ്റെ ഒരു കോൾ വരുന്നത്, എയർഫോഴ്സിൻ്റെ ഒരു ഇത് വരുന്നത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം കൂടെ എഴുതാൻ പോയി. ഞാനും ഒരു ഫണ്ട് സേക്കിന് പോയി എഴുതാൻ പോയി. എനിക്ക് മാത്രം കിട്ടി. അത് ശരി. അന്ന് 10ാം ക്ലാസ് മതിയായിരുന്നു ക്വാളിഫിക്കേഷൻ. പെണ്ണും കൊണ്ടുപോയി. ഇപ്പോൾ പരീക്ഷ വരുന്നത്, പ്രീ ഡിഗ്രി പരീക്ഷ, ഫസ്റ്റ് ഇയർ പരീക്ഷ വരുന്ന സമയത്താണ് ഈ എയർഫോഴ്സിൻ്റെ ഇത് വരുന്നത്, കോൾ ലെറ്റർ വരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു പരീക്ഷയിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗം അതെ എയർഫോഴ്സിലൊക്കെ പോകും. അപ്പം പിന്നെ റിസൾട്ട് അറിയില്ലല്ലോ, വീട്ടുകാരെ പേടിക്കണ്ടല്ലോ. അങ്ങനെ എയർഫോഴ്സിൽ പോയതാണ്. അവിടെ പോയി 20 വർഷത്തെ ബോണ്ടൊക്കെയാണ് സൈൻ ചെയ്ത് കൊടുക്കണം. നമ്മൾ 16 വയസ്സിലാണ് ജോയിൻ ചെയ്തത്. അപ്പോൾ 16 വയസ്സിൽ ജോയിൻ ചെയ്യുമ്പോൾ 20 വർഷത്തെ ബോണ്ട് സൈൻ ചെയ്യണം. 16 to 20 ആണ് അവരുടേത്. അങ്ങനെ എയർഫോഴ്സിലിരിക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ ഈ കല എന്നുള്ളൊരു സംഭവം കിടക്കുന്നുള്ളതുകൊണ്ട് അതൊരു ഇങ്ങനെ നമുക്കിനി തിരിച്ചു വരാൻ 20 വർഷം കഴിഞ്ഞ് നമ്മൾ വന്ന് പിന്നെ ട്രൈ ചെയ്ത് വരുന്ന കാര്യവും നടക്കില്ല. അപ്പോൾ ഞാൻ അവിടെ വെച്ച് തന്നെ പ്രീ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് അവിടെ പോയി ഡിഗ്രി പഠിച്ചു, LLB പഠിച്ചു. എന്നിട്ട് ഞാൻ കമ്പാഷനേറ്റ് ഗ്രൗണ്ടിൽ ഡിസ്ചാർജ് വന്നു. അല്ലാതെ ഡിസ്ചാർജ് ബോണ്ട് കഴിയാതെ വരാൻ പറ്റില്ല. അപ്പോൾ അച്ഛനും അമ്മയ്ക്കും അസുഖമാണ്, ഒറ്റ മകനാണ് ഞാൻ. ചേച്ചി ഉണ്ടെങ്കിലും ആസ് എ സൺ ഒറ്റയാളേ ഉള്ളൂ. അങ്ങനെ ഡിസ്ചാർജ് വാങ്ങിച്ച് വന്നിട്ട് ഞാൻ വിചാരിച്ചു അപ്പം LLB ഉണ്ട് കയ്യിൽ. അതാണ് വീട്ടിലൊരു ബലം, വീട്ടിൽ കാണിക്കാനും ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ. അപ്പോൾ എല്ലാവരും മണ്ടത്തനമല്ലോ, എയർഫോഴ്സ് പോലൊരു സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗം കളഞ്ഞിട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മണ്ടത്തനമായിട്ടാണ് എല്ലാവരും നിരുത്സാഹപ്പെടുത്തി. വീട്ടുകാർ മാത്രം, അമ്മയൊക്കെ ഒന്ന് സപ്പോർട്ടുണ്ടായിരുന്നു. അമ്മ പോസ്റ്റ് ഓഫീസിലായിരുന്നു ജോലി. അപ്പം അമ്മയ്ക്ക് സപ്പോർട്ടുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ വന്നിട്ട് ഞാൻ വിചാരിച്ചു എന്തായാലും അഡ്വക്കേറ്റ് നമ്മൾ ജൂനിയറായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് സന്നദ്ധൊക്കെ എടുത്തിട്ട് ഒന്ന് സിനിമ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ട്രൈ ചെയ്ത് ഒരു 6 മാസം ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിപ്പോൾ 10-20 വർഷമായിട്ട്. ആദ്യത്തെ സിനിമ ആദ്യം ഈ എയർഫോഴ്സ് ജോലിക്കിടയിൽ വന്നിട്ട് ഞാനൊരു സിനിമ പരീക്ഷണം നടത്തിയായിരുന്നു, അഭിനയിച്ചു. ഏത് സിനിമയാണ്? മീൻ തോണി എന്ന് പറഞ്ഞിട്ടൊരു പടം. മീൻ തോണി. അതായത് അതൊരു ആർട്ട് ഫിലിമായിരുന്നു. അത് റിലീസൊന്നും ആയില്ലെന്ന് തോന്നുന്നു. റിലീസായ ആദ്യത്തെ പടം നാടൻ പെണ്ണും നാട്ടുപ്രമാണിയും, രാജസേനൻ സാറിൻ്റെ. രാജസേനൻ സാർ. അതാണ് ആദ്യമായിട്ട്. ആരാണ് പരിചയപ്പെടുത്തിയത്? അത് എൻ്റെ അമ്മയുടെ ജൂനിയറായിട്ട് വർക്ക് ചെയ്യുന്ന മഹേഷ് മിത്ര എന്ന് പറയുന്നിട്ട് ഒരു റൈറ്റർ ഉണ്ടായിരുന്നു. പുള്ളിയായിരുന്നു നാടൻ പെണ്ണ് നാട്ടുപ്രമാണിയും എഴുതിയത്. പുള്ളി ഇപ്പോൾ ഇല്ല. അതിനകത്ത് വില്ലൻ വേഷമാണോ? അല്ലല്ല, അതിനകത്ത് വളരെ ജൂനിയർ ആർട്ടിസ്റ്റിന് സമമായ ഒരു വേഷം. ഒരു ഡയലോഗുണ്ട്. എന്താണ്? അതേ ഉള്ളൂ. ഡയലോഗ് പറയണോ? അതാണിപ്പോൾ ആദ്യത്തെ ഡയലോഗ് അല്ലേ. പെരുമാളല്ലാതെ മറ്റൊരു സ്വർണ്ണക്കച്ചവടക്കാരനും ഈ ലേലം പറഞ്ഞിട്ടില്ല. ഇതെന്താ വെള്ളരിക്ക പട്ടണമാണോ? ഈ ഒരൊറ്റ ഡയലോഗുള്ളൂ. ഒരു സ്വർണ്ണക്കാരെല്ലാം പണിക്കാരെല്ലാം കൂടെ ഒന്ന് ബേളം ഉണ്ടാക്കുന്നു ജയറാമേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ട്. ആ ഒരു ലിബർട്ടി ഓഫീസിലായിരുന്നു, പാലയിലായിരുന്നു ഷൂട്ടിംഗ്. അപ്പോൾ അതാണ് അങ്ങനെ ആർട്സ് കോളേജിൽ തുടങ്ങി. അവിടുന്ന് നേരെ പോയി എയർഫോഴ്സിൽ പോയി, അവിടുന്ന് LLB എടുത്തു. അതെ. അതിനുശേഷം അതിൻ്റെ ഇടയ്ക്ക് ഒരു സിനിമയിൽ അഭിനയിച്ചു. പിന്നെ തിരിച്ചു വന്ന് ഈ സിനിമ കമ്പാഷനേറ്റ് ഗ്രൗണ്ടിൽ തിരിച്ചു വന്നിട്ട് എന്താണ് അഭിനയം ഒന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. ഇപ്പൊ 20 വർഷമായിട്ട് അഭിനയിച്ചുകൊണ്ടേയിരിക്കും. അതെ, ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുമ്പോട്ട് പോകട്ടെ. ഓക്കെ, അടുത്തത് 2ാമത്തെ ചോദ്യം ശ്രദ്ധിക്കൂ. ഒരു ഓഡിയോ ചോദ്യമാണ്. ചോദ്യം ഇതാണ്: ഈ ഗാനം ഏത് അവസരത്തിലാണ് സിനിമയിൽ കാണിക്കുന്നത്? A. പള്ളി കാണിക്കുമ്പോൾ, B. സ്കൂൾ കാണിക്കുമ്പോൾ, C. അങ്ങനെ പ്രത്യേകിച്ച് കാരണങ്ങളില്ലാതെ. 20 seconds. പള്ളിപ്പാട്ടുപോലെയൊക്കെ ഉണ്ടെങ്കിലും അല്ല, ഇത് കറക്റ്റ്. ഇത് സിനിമ തുടങ്ങി ഫസ്റ്റ് പാട്ടാണ്. ഫസ്റ്റ് അല്ല, സെക്കൻഡ് പാട്ട്. രവീന്ദ്രൻ മാഷിൻ്റെ ഒരു പ്രത്യേകതരം സംഗീതമുള്ള. എനിക്ക് സ്കൂളിൽ സ്കൂൾ കാണിക്കുമ്പോൾ എടുത്തിട്ട് പൂട്ടി. ഞാൻ സ്കൂളിനെ പൂട്ടി.
സ്കൂളിനെ പൂട്ടി. ഇപ്പൊ പൂട്ടി കിടക്കുക, ഇപ്പൊ തുറന്നല്ലേ ഉള്ളൂ. അപ്പൊ അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ കുസൃതി ചോദ്യം. രാത്രിയാകുമ്പോൾ കടലിലെ വെള്ളം ചൂടാകുന്നത് എന്തുകൊണ്ട്? LLB, പിന്നെ എന്തുകൊണ്ട്? ഇതിൽ ഗപ്പൊന്നും കിട്ടിയിട്ടില്ല. കോമ്പറ്റീഷൻ്റെ ആയിട്ട് എല്ലാത്തുണ്ടേ, ഇതിന് ഗപ്പ് കിട്ടിയിട്ടില്ല. നോക്കട്ടെ. രാത്രിയാകുമ്പോൾ ചൂടാവുന്നു. എന്തെങ്കിലും ആരെങ്കിലും ദേഷ്യപ്പെടുത്തി എന്തെങ്കിലും പറഞ്ഞാണോ? അതാരാന്നാ ചോദിച്ചത്? തിരമാല. കറക്റ്റ്. എനിക്ക് ഉത്തരം എന്താണെന്നറിയോ? സൂര്യൻ. സൂര്യൻ സൂര്യൻ അസ്തമിക്കില്ലേ വെള്ളത്തിലോട്ട്, അതുകൊണ്ട് അപ്പൊ ചൂടാവും. ഇതൊക്കെ ആര് കണ്ടുപിടിച്ച സാധനമാണ്? എന്തായാലും ബാലാജി ഒരു പാട്ടൂടെ പാടും. മണ്ഡലകാലമായി മണികണ്ഠ സ്വാമിയെ കാണുവാനായി, മണ്ഡലകാലമായി മണികണ്ഠ സ്വാമിയെ കാണുവാനായി, മലയിട്ട് നെയ് നിറച്ച് നാളികേരമുടച്ചു ഗണപതിക്ക്, മലയിട്ട് നെയ് നിറച്ച് നാളികേരമുടച്ചു ഗണപതിക്ക്, ഇരുമുടി കെട്ടേന്തി മാമല കേറുവാൻ തേടി വരുന്നേനയ്യപ്പ, സ്വാമി അയ്യപ്പ, സ്വാമി അയ്യപ്പ, സ്വാമി അയ്യപ്പ, സ്വാമിയേ ശരണയ്യപ്പ. രണ്ടാമത്തെ ചോദ്യം ബി, സ്കൂൾ കാണിക്കുമ്പോൾ. ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്, യു ആർ അവാർഡഡ് അഗെയിൻ 2000 rupees. ഇപ്പൊ 4000 രൂപ അക്കൗണ്ടിൽ എത്തിക്കഴിഞ്ഞു. അതാണ് ഇതിന്റെ ഒരു ഇത് നോ അത് അത്